ഞാൻ ഈ സിറ്റിസൺഷിപ്പ് ആക്ടിനെ കുറിച്ചൊരു ഷോർട്സ് വീഡിയോ ചെയ്തിരുന്നു. അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും ഒരുപാട് പ്രതികരണങ്ങളാണ് വന്നത്. അതിൽ വളരെ ഹാർഷായിട്ട് പ്രതികരിച്ചവരുമുണ്ടായിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഞാൻ ഫെലിക്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആ ഷോർട്സ് വീഡിയോയിൽ CAA ഉദാഹരിച്ചുകൊണ്ട് നമ്മുടെ ഇടശ്ശേരിയുടെ ഒരു കവിതയാണ് പറഞ്ഞത്. ആ കവിതയിൽ പറയുന്നത് പോലെ ഈ കുടിയിറക്കപ്പെട്ടവരും കുടിലില്ലാത്തവരുമായി നമ്മുടെ രാജ്യത്ത് അനേക ലക്ഷങ്ങളാണുള്ളത്. അപ്പം എന്ത് നിയമമായാലും ഇവരോടൊക്കെ ഒരു മനുഷ്യത്വപരമായ സമീപനം വേണം എന്ന് പറയാനാണ് ഞാൻ ആ വീഡിയോയിലൂടെ ശ്രമിച്ചത്. ഇവിടെ ഈ CAയുടെ നൂലാമാലകൾ കീറിമുറിച്ച് പരിശോധിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയല്ല, മറിച്ച് വളരെ ലളിതമായിട്ട് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ക്ഷമിക്കുക. രാജ്യത്ത് 1955 പാസ്സാക്കിയ സിറ്റിസൺഷിപ്പ് ആക്ട് നിലവിലുണ്ട്. 1950 ശേഷവും 1987 മുൻപും ഈ രാജ്യത്ത് വന്നവർക്കും ജീവിച്ചവർക്കും സ്വാഭാവികമായി സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട്. ആക്ട് പറയുന്നത് 1950 ശേഷവും 1987 മുൻപും, അതായത് 14 വർഷത്തിൽ 11 വർഷം താമസിക്കുകയും സിറ്റിസൺഷിപ്പ് അപേക്ഷിക്കുന്ന 12 മാസം സ്ഥിരമായി താമസിച്ചവർക്കുമാണ് സിറ്റിസൺഷിപ്പിന് അവകാശം. മറ്റൊന്ന്, 1987 ജൂലൈ 1-നും 2004 ഡിസംബർ 31-നും ഇടയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരത്വത്തിന് അവകാശമുള്ളവരായിരിക്കണം. ഇതാണ് നിയമം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ സിറ്റിസൺഷിപ്പിനുള്ള അവകാശമാണ് നമുക്ക് ലഭിക്കുന്നത്, അല്ല സിറ്റിസൺഷിപ്പ് അല്ല. ഇങ്ങനെ ഒരു നിയമം നിലവിലിരിക്കെ ധൃതി പിടിച്ചൊരു അമെൻഡ്മെൻറ്റ് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം തത്വത്തിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കാൻ എന്ന വാക്ക് ഞാൻ പറയുന്നില്ല. ഒഴിവാക്കൽ ഇവർ എവിടെ പോകാനാണ്? അങ്ങനെ പോകാമെന്ന് സമ്മതിച്ചാൽ ഇവരാരെങ്കിലും ഒക്കെ സ്വീകരിക്കുമോ? അങ്ങനെ ഒത്തിരി ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ സിറ്റിസൺഷിപ്പിന് അവകാശമില്ലാത്തവരെ നമ്മളൊരു ഡിറ്റൻഷൻ സെൻ്ററിലോട്ട് വിടേണ്ടി വരും. നമ്മുടെ BJP ലക്ഷ്യം വയ്ക്കുന്നതും അതാണ്. അതുകൊണ്ട് ഈ ഒഴിവാക്കൽ എന്ന വാക്കിന് പകരം ബുദ്ധിമുട്ടിക്കാൻ എന്ന് വാക്ക് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ നിലപാടുകൾ മാറ്റിവെച്ചുകൊണ്ട് ഇക്കാര്യത്തിലൊരു മനുഷ്യത്വപരമായ സമീപനം ആണ് വേണ്ടതെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്. CAA അനുകൂലിക്കുന്നവരോട് എൻ്റെ ആദ്യ ചോദ്യം, നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്നാണ്. ആണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള രേഖ എന്താണ്? അങ്ങനെ ഒരു രേഖ ആരുടെയും കയ്യിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇന്ത്യയിൽ 5 തരത്തിലാണ് ഇവിടെ ഈ പൗരത്വത്തിന് അവകാശം. ജനനം, വംശപരമ്പര, രജിസ്ട്രേഷൻ, സ്വാഭാവികമായി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12 വർഷം ജീവിച്ചവർക്ക് സ്വാഭാവികമായി സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ട്. 5 നമ്മുടെ പ്രകൃതിവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ രാജ്യം വികസിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അതിര് കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ ഉൾപ്പെടുന്നവർക്കും പൗരത്വത്തിന് അവകാശം ഉണ്ടാവും. നമുക്ക് അവകാശം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ രേഖയായി നമ്മുടെ കയ്യിൽ കിട്ടാൻ ഒരുപാട് നടപടിക്രമങ്ങൾ ബാക്കിയാണ്. നമ്മുടെ കയ്യിലുള്ള ജനന സർട്ടിഫിക്കറ്റ്, ആധാർ, സ്കൂൾ സർട്ടിഫിക്കറ്റ് ആൻഡ് പാസ്പോർട്ട്, ഇവയൊക്കെ ഒരു പർട്ടിക്കുലർ വിഷയത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള രേഖ മാത്രമാണ്. സിറ്റിസൺഷിപ്പിന് രേഖ അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ അതിനോടൊപ്പം നമുക്ക് നൽകാൻ പറ്റുന്ന ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉയർന്നു വന്നത് നമ്മുടെ രാജ്യത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ്, പ്രത്യേകിച്ച് ആസാമിലാണ്. ആസാമിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3,20,00,000 ആൾക്കാരാണ്. അതിൽ 35 ജില്ലകളാണ്. ഈ 3,20,00,000-ൽ 1,30,00,000 തന്നെ മുസ്ലിങ്ങളാണ്. ഇതിൽ 90 ലക്ഷത്തോളം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ്. മാത്രമല്ല ഈ 35 ജില്ലകളിൽ 9 ജില്ലകളുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാം എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ഈ സിറ്റിസൺഷിപ്പ് ആക്ട്. അവിടെ ആദ്യം നടപ്പിലാക്കാൻ ശ്രമിച്ചത് ഈ NRC ആണ്. NRC എന്ന് പറയുമ്പോൾ നാഷണൽ രജിസ്ട്രേഷൻ സിറ്റിസൺഷിപ്പാണ്. അതിൽ ലിസ്റ്റ് എടുത്തപ്പോൾ ഈ 16 ലക്ഷം പേർ ആസാമിൽ തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തായി. ഈ 16 ലക്ഷം പേരിൽ വിരോധാഭാസമെന്ന് പറയട്ടെ 10 ലക്ഷം പേർ ഹിന്ദു നാമധാരികളായിരുന്നു എന്ന് മാത്രമല്ല അതിൽ ഭൂരിപക്ഷം പേരും 1987 ശേഷവും 2014 ഡിസംബർ 31 മുൻപ് വന്നവരാണെന്നും കണ്ടെത്തി. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ടിലൊരു ഭേദഗതി കൊണ്ടുവരാനുള്ള കാരണം. ഇതിന് പ്രകാരം 2014 ഡിസംബർ 31 മുൻപ്
പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ ലിസ്റ്റിൽ നേരത്തെ ഉണ്ടായിരുന്നില്ല. അവിടെ ശ്രീലങ്കയായിരുന്നു. ശ്രീലങ്കയെ ഒഴിവാക്കിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ്റെ പേര് ചേർത്തത്. ശ്രീലങ്കയിൽ നിന്ന് കുടിയേറിയ ഒത്തിരി പേർ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതിൽ മുസ്ലിം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ പോലും അതൊരു നാമമാത്രമാണ്. അപ്പോൾ ഈ ശ്രീലങ്കയെ ഒഴിവാക്കിക്കൊണ്ട് ഈ അഫ്ഗാനിസ്ഥാനെ ഇവിടെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇവിടെ മുസ്ലിങ്ങളാണ് ലക്ഷ്യം എന്ന് വ്യക്തമാണ്. അങ്ങനെ ഈ മൂന്ന് രാജ്യത്തു നിന്ന് കുടിയേറിയ ഹിന്ദു, സിഖ്, പാഴ്സി, ജൈന, ബുദ്ധ, ക്രിസ്ത്യൻ ഇവർക്കൊക്കെ സിറ്റിസൺഷിപ്പ് നൽകുകയും മുസ്ലിങ്ങൾക്ക് പിന്നീട് നൽകാം എന്നുള്ളൊരു ഭേദഗതിയാണ് അവരിതിൽ കൊണ്ടുവന്നത്. ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ തന്നെ ഇല്ലീഗൽ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ഹിന്ദുക്കളും ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ അഭയാർത്ഥി എന്നുള്ള പേര് ചാർത്തി അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. ഇതിൽ ഒഴിവാക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ്. ഇതിൽ നിന്നൊക്കെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാണ്. അതായത് BJPക്ക് സ്വാധീനമില്ലാത്ത വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയും കയറിപ്പറ്റുക, കാവ്യവൽക്കരിക്കപ്പെടുക, ഇത് തന്നെയാണ് അവരുടെ അജണ്ട. മുസ്ലിങ്ങളെ ഒഴിവാക്കാനല്ലേ ഈ ഭേദഗതി എന്ന വാദത്തിന് ഇവരുടെ മറുവാദം, ഇവിടെ കാലാകാലങ്ങളായി രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കൊന്നും ഒരു പ്രശ്നവുമല്ല. മറ്റൊരു വാദം, 2014 ഡിസംബർ 31 മുൻപ് ഈ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ മുസ്ലിങ്ങൾ എങ്ങനെ അഭയാർത്ഥികളാകും എന്നുള്ളൊരു മറുവാദം കൂടി ഇവർ പറയുന്നുണ്ട്. കാരണം ആ മുസ്ലിങ്ങൾ ഇവിടെ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുള്ളവരല്ല, മറിച്ച് ഈ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കയറിക്കൂടിയവരാണ് എന്നുള്ള വാദമാണ് അവർ പറയുന്നത്. ഞാനിവിടെ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു ഇല്ലീഗൽ എമിഗ്രൻറ്റിനെ കണ്ടെത്താൻ നമ്മുടെ ഒരു ഭരണഘടന ഭേദഗതി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇവരെയൊക്കെ കണ്ടെത്താൻ നമ്മുടെ രാജ്യത്ത് മറ്റ് സംവിധാനങ്ങളില്ലേ? അങ്ങനെ മറ്റ് സംവിധാനങ്ങൾ, മറ്റ് ഏജൻസികൾ ഇല്ല എന്നാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നതെങ്കിൽ അത് ഈ രാജ്യത്തെ ആകമാനം ജനങ്ങളെയും വിഡ്ഢികളാക്കുന്നൊരു വാദം ആയിരിക്കും എന്നേ പറയാനുള്ളൂ. മറ്റൊന്നുകൂടി ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കയ്യിൽ പോലും സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്ന രേഖ ഇല്ലെന്നിരിക്കെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മനഃപൂർവ്വമായി കരുതിക്കൂട്ടി ഒരാളെ ദ്രോഹിക്കണമെങ്കിൽ അവൻ്റെ സിറ്റിസൺഷിപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ ഒരു പരാതിയുമായി പോയാൽ, അതല്ല ഞാൻ ഈ രാജ്യത്ത് ജനിച്ച ആളാണ്, ഞാൻ ഈ രാജ്യത്ത് നിരന്തരമായി ജീവിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സിറ്റിസൺഷിപ്പിന് അവകാശമുണ്ടെന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത അത് നമ്മൾക്ക് മാത്രമായിരിക്കും. ഇവിടെ LK അദ്വാനി നമ്മുടെ വിഭജന സമയത്തു ലാഹോറിൽ നിന്ന് കുടിയേറിയതാണ്. അതുപോലെ അനേകായിരങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കുടിയേറി വന്നിട്ടുള്ളത്. ഇവിടെ സിറ്റിസൺഷിപ്പ് നൽകുന്നതിന് LK അദ്വാനിക്ക് ഒരു സ്ക്രീനിങ്ങിൻ്റെയും ആവശ്യമില്ല. അഹമ്മദിനും മുഹമ്മദിനും ഈ സ്ക്രീനിങ് വേണമെന്ന് പറയുന്നതിൻ്റെ യുക്തി അല്ലെങ്കിൽ അത് എന്ത് നീതിബോധമാണ് എന്നാണ് മനസ്സിലാകാത്തത്. ഗുജറാത്ത് വാർസിറ്റി യൂണിവേഴ്സിറ്റി സംഭവം അറിയില്ലേ? വിദേശത്ത് നിന്ന് പഠിക്കാൻ വന്ന മുസ്ലിം വിദ്യാർത്ഥികൾ ഹോസ്റ്റൽ പരിസരത്ത് രാത്രി നിസ്കരിക്കുമ്പോൾ ഹിന്ദു സഭയിലെ ഒരു കൂട്ടം ആൾക്കാർ ഈ വിദ്യാർത്ഥികളെ ആക്രമിക്കുകയുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റ 4-5 പേർ ഹോസ്പിറ്റലിലാണ്. പ്രധാനമന്ത്രിയുടെ നാടായിട്ട് പോലും ഇതിനെതിരെ അദ്ദേഹം പ്രതികരിച്ച് കണ്ടില്ല. പഠിക്കാനാണെങ്കിലും ഒറ്റ മുസ്ലിങ്ങളും ഇങ്ങോട്ട് വരണ്ട എന്ന സന്ദേശമല്ലേ അദ്ദേഹത്തിൻ്റെ മൗനത്തിലൂടെ രാജ്യത്തിന് നൽകുന്നത്? CAA ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ മുസ്ലിം ജനതയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്നത് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഭരണഘടനയിൽ ഇക്വാലിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ ഇക്വാലിറ്റിയെ തകർക്കുന്ന ഒരു നടപടിയും നമ്മൾ ചെയ്യാൻ പാടില്ല, ചെയ്യാൻ അനുവദിക്കുകയുമരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.